എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നിങ്ങൾ ആവശ്യപ്പെട്ട് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ 5 തരം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങും ഗോതമ്പ് പൊടിയും കൊണ്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് പകുതി ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് ചേർക്കുമ്പോൾ ഒട്ടും കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ച് ചേർത്തോളൂ. ഇനി പകുതി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള വളരെ കനം കുറച്ച് ചെറിയ രീതിയിൽ അരിഞ്ഞു കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് മല്ലിയില വളരെ ചെറുതായി കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആകത്തക്ക രീതിയിൽ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം പലപ്പോഴായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ഒരു അളവിന് കറക്റ്റ് 1/4 കപ്പ് വെള്ളമാണ് ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്നത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നന്നായി ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇതിന്ന് ഓരോ സ്പൂൺ കോരി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് പരത്തി കൊടുക്കുമ്പോൾ ഒരുപാട് സ്പീഡിലിട്ട് പരത്തരുത്. അങ്ങനെയാണെങ്കിൽ ഇത് തവയിൽ ഒട്ടിപ്പിടിക്കും. അപ്പം വളരെ സൂക്ഷിച്ച് ഇതേപോലെ കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കാം. ഈ മാവ് ഒഴിച്ചു കൊടുത്ത് ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും ചെറിയ ബബിൾസ് വന്ന് തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് ബബിൾസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വിടുവിച്ചതിന് ശേഷം പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ ചട്ടുകം കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അതിലേക്ക് കുറച്ച് എണ്ണ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് മുകൾ വശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചട്ടുകം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ചട്ടുകം കൊണ്ട് അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല രീതിയിലൊന്ന് പൊള്ളിച്ചെടുക്കാം. വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. കറികളൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്തത് ഗോതമ്പ് പൊടി കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചൊരു ലൂസായിട്ട് നിന്ന് കുഴച്ചെടുക്കാം. ഇത് ദോശക്കല്ലിലേക്ക് വെച്ച് പരത്തിയെടുക്കാനാണ്. അപ്പം കുറച്ച് ലൂസായിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇരിക്കേണ്ടത്. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടൽ വരും. ആ ഒരു സമയമാകുമ്പോഴേക്കും കൈ ഒന്നുകൂടി നനച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് കൈ ഇങ്ങനെ നമുക്കൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് മാവെടുത്ത് ദോശക്കല്ലിലേക്ക് വെച്ച് പരത്തി കൊടുക്കണം. ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഫില്ലിംഗ് ആണ്. തേങ്ങ ചിരകിയതും ശർക്കര ചീവിയതും കൂടി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. തവ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുടഞ്ഞു കൊടുക്കാം. പിന്നീട് വെള്ളം വറ്റുമ്പോഴേക്കും ഇതേപോലെ കൈ വെച്ച് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുത്ത് ഔട്ടിലങ്ങ് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായി ഇതേപോലെ പരത്തി കൊടുക്കാം. ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ അതാണ് ഇതുണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത്. കൈ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്താലേ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിച്ച് കല്ലിൽ നിന്ന് ഇളകി വരും. ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ആ സൈഡ് ഒന്ന് വാടി വരുന്ന സമയത്ത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിലായിട്ട് തേങ്ങ ചിരകിയതും
മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങയും ശർക്കരയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 3-4 തവണ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഒന്ന് മൊരിയിച്ച് ചുട്ടെടുക്കാം. ഇതുപോലെ നല്ല കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ ചൂട് നന്നായിട്ട് അതിൽ നിന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കളർ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതായത് പരുവായി വന്നിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ഐറ്റം ആയിട്ടോ ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഗോതമ്പ് പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഓട്ടട ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ. അടുത്തത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പുട്ടിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പുട്ടുപൊടി നനയാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പാല് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് തിളച്ച് ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കാഷ്യൂനട്ടും ബദാമും കൂടി പൊടിച്ചതാണ്. നമുക്ക് ആവശ്യമുള്ളത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ പാല് തിളച്ച് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റോളമായി. ഇനി നന്നായി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പാക്കറ്റിൽ വാങ്ങിച്ച പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ പുട്ടുപൊടിയുടെ അതേ അളവിനുള്ള വെള്ളവും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് നനച്ച് വെച്ച പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് പുട്ട് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ പുട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത് 1 കുറ്റി പുട്ടിൻ്റെ കണക്കിനാണ്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പുട്ടാണ്. പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റായി കിട്ടും. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്തത് അരിയും ഉഴുന്നും ഒന്നും അരയ്ക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാല ദോശയുടെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 ഉരുളക്കിഴങ്ങും 1 ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിരിക്കുകയാണ്. ഇനി അതിനൊന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിയ വലുപ്പത്തിൽ തന്നെ നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു വലുപ്പത്തിൽ ഇതേപോലെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റോ ഗ്രീൻ പീസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ചെടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇത് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. ഈ വെള്ളം ഊറ്റി കളയേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇനി 1 സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഇതുവരെ സ്ലൈസ് ചെയ്തതാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കഷ്ണങ്ങൾ വേകാൻ വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സവാള വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മുളക് പൊടി എരിവിന് ആവശ്യമായി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ബീട്രൂട്ടൊക്കെ വേവിച്ച വെള്ളമില്ലേ, അത് കളയണ്ട. ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ആ ഉടച്ചെടുത്തത് ഇതിൽ മസാലയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഈ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ ഒരു രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. വളരെ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ദോശയ്ക്കുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്ന ഫില്ലിങ്. അപ്പോൾ ആ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞ് അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഗോതമ്പ് പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ദോശയൊക്കെ തയ്യാറാക്കുന്ന ഒരു ബാറ്ററായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രീതിയിലാണ് ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശയ്ക്ക് വേണ്ടി മാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. ഇനി ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇതേപോലെ മാവ് കോരി ഒഴിച്ച് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. പരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ചുറ്റിച്ച് കൊടുക്കേണ്ടത്. നെയ്യും ചുറ്റിച്ച് കൊടുത്ത് ഇതാ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ മസാല നിരത്തി കൊടുക്കാം. ഒരു സൈഡിൽ മാത്രമാണ് മസാല വെച്ച് കൊടുക്കുന്നത്. മസാല നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. മസാല ഇതേപോലെ നിരത്തി കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിരത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം ഇതേപോലെ നിരത്തി കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിനെ 2-3 തവണ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ആദ്യത്തെ മസാലയുള്ള ഒരു ദോശയാണ്. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. മസാല ദോശയൊക്കെ കഴിക്കാൻ കൊതിയാകുന്ന സമയത്ത് അരി ഉഴുന്നും ഒന്നും അരയ്ക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. വെജിറ്റബിൾസും ഗോതമ്പ് പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ദോശയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് കുക്കുംബർ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ദോശയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് ലൂസായി പോകേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാകും. ഈ ഒരു പരുവം മതിയാകും. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. 1/2 കപ്പ് റവ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കുക്കുംബറും മതിയാകും. കുക്കുംബർ ഒന്ന് നന്നായി പീൽ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതേ വലിപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത കുക്കുംബർ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും 1/4 കപ്പ് തേങ്ങയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്കിത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റവയും കൂടി മിക്സിയിൽ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ദോശയ്ക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നുകൂടി അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കുക്കുംബറും റവയും എല്ലാം കൂടി അരച്ചെടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു തവ നന്നായി ചൂടാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം കനം കുറച്ച് വലുപ്പത്തിൽ പരത്താമോ അത്രയ്ക്കും നല്ലതാണ്. ദോശ ചെറുതായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചുറ്റിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം എടുക്കും ഈ ദോശ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി. ഇനി ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.